താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു വാക്ക് മാത്രം ശരിയായി എഴുതിയിട്ടുള്ളൂ. ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രം ശരിയായി എഴുതിയിട്ടുള്ളൂ. ഏത്? ലേഖകനാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു വാക്ക് മാത്രം ശരിയായി എഴുതിയിട്ടുള്ളൂ. ലേഖകൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഗുരുക്കൾ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഗുരുക്കൾ. പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? ജനകൻ. പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത്? ജനകൻ. പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ് തനയൻ, ആത്മജൻ, തനുജൻ. തനയൻ, ആത്മജൻ, തനുജൻ. തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക. തീക്കനൽ. തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക. തീക്കനൽ. രാജാവും ഋഷിയുമായുള്ളവൻ. ഇത് ഒറ്റപ്പദം ആക്കുക. രാജർഷി. രാജാവും ഋഷിയുമായവൻ ഒറ്റപ്പദം ആക്കുക. രാജർഷി. സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. സുത. സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം സുത. 800 എന്ന പദം പിരിച്ചെഴുതുക. n + 100. 800 എന്ന പദം പിരിച്ചെഴുതുക. n + 100. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ലോകവിവരം ഇല്ലാത്തവൻ. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ലോകവിവരം ഇല്ലാത്തവൻ. മേഘം എന്ന അർത്ഥം വരുന്ന പദമേത്? വാരിധം. മേഘം എന്ന അർത്ഥം വരുന്ന പദമേത്? വാരിധം. ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ശിഥിലം. ദൃഢം എന്ന പദത്തിൻ്റെ വിപരീതം ശിഥിലം.